കഞ്ചിക്കോട് പുതുശ്ശേരിയിൽ കാട്ടാനകളുടെ വിളയാട്ടം. പുതുശ്ശേരി പഞ്ചായത്തിലെ ചെല്ലങ്കാവ് പാടശേഖരത്തിൽ വൻ കൃഷിനാശമാണ് കാട്ടാനകൾ വരുത്തുന്നത്. ചെല്ലങ്കാവ് പാടശേഖര സമിതി പ്രസിഡന്റ് എം വേലായുധസ്വാമി, സെക്രട്ടറി കെ മണി, വൈസ് പ്രസിഡന്റ് സി ബാബു, സി ശിവൻ, സി കുട്ടപ്പൻ, സി ബാലകൃഷ്ണൻ, സി സഹദേവൻ എന്നിവരുടെ ഏക്കർ കണക്കിന് വാഴയും തെങ്ങും മാവും കാട്ടാനകൾ നശിപ്പിച്ചു. കുലച്ച വാഴകളാണ് ഒടിച്ചു കളഞ്ഞത്. കുട്ടിയാനകളടക്കം 8ഓളം കാട്ടാനകളാണ് പ്രദേശത്ത് വിളനാശം വരുത്തിയത്. ഇതിൽ സി ബാബുവിന്റെ മാത്രം 1500 വാഴകളും തെങ്ങും മാവും നശിപ്പിച്ചു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബാബു പറഞ്ഞു. കൊണ്ട് എല്ലാം വിളവായ വാഴകളാണ്. ഏകദേശം ഒരു 1500 വാഴയോളം നഷ്ടപ്പെട്ടു. 1 ഏക്കർ മേലെ ഉണ്ട് വാഴ. ടിഷ്യൂ കൾച്ചർ, പിന്നെ കൃഷി ഭവനൊക്കെ വാഴകൾ കൊണ്ട് വെച്ചതും ഒരുപാട് ചെലവേറിയ പൈസകളാണ് വെച്ചിരിക്കുന്നത്. നേന്ത്രമാണ് കൂടുതലും. പിന്നെ ഞാനിപ്പൂവനുണ്ട്, തെങ്ങിന്റെ തൂമ്പുകൾ എടുത്തിട്ടുണ്ട്, മൂച്ചിന്റെ മാവിന്റെ കൊമ്പ് പൊട്ടിച്ച് മാമ്പഴമൊക്കെ തിന്നിട്ട് പോയി. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം നഷ്ടത്തിൽ ബാധിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് ചെയ്യുന്ന കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുമ്പോൾ കർഷകർക്ക് കണ്ണീരും കടക്കെണിയും മാത്രമാണ് ലഭിക്കുന്നത്. ചെല്ലങ്കാവ് പാടശേഖരത്തിൽ 90 ഹെക്ടർ സ്ഥലമാണുള്ളത്. അതിൽ 40 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ബാക്കി വന്യമൃഗശല്യം കാരണം തരിശിട്ടിരിക്കുകയാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് കെ മണിയും സെക്രട്ടറി എം വേലായുധസ്വാമിയും പറഞ്ഞു. 90 ഹെക്ടർ സ്ഥലമാണുള്ളത്. അതിലിപ്പോൾ 40 ഹെക്ടർ സ്ഥലത്ത് മാത്രമേ കൃഷി ചെയ്യുന്നു. ബാക്കി മുഴുവൻ സ്ഥലവും തരിച്ചിടുകയാണ്. ആനയെ പേടിച്ചിട്ടും പന്നിയെ പേടിച്ചിട്ടും വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് തരിച്ച് കിടക്കുകയാണ്. ഈ കർഷകരൊക്കെ ഇന്ന് വളരെ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 20 വർഷത്തിലേറെയായി മാറിവരുന്ന ഭരണവും തുടർ ഭരണവും കർഷകർക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. വനം വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും കർഷകർ ആരോപിച്ചു. UTV ന്യൂസ്, പാലക്കാട്.